Hello guys, welcome to our YouTube channel. അപ്പോൾ രസത്തിനുള്ള എന്തൊക്കെയാന്ന് അമ്മ പറയാൻ പോവാ. 3 മുളക്, ഒരു പച്ചമുളക്, 2-3 കാന്താരി കിട്ടി, അത് കാര്യം അത് ഇടുക. ഒരു പച്ചമുളക് ഇട്ടാലും മതി. പിന്നെ തക്കാളി, അരമുറി തക്കാളി, ബാക്കി അരമുറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അത് ഇടുക. ഉപ്പ് ഇടാൻ വേണമെങ്കിൽ. അപ്പോൾ വെളുത്തുള്ളി എപ്പോൾ ഇടണേ? വെളുത്തുള്ളി ഒന്ന് ചതച്ചിടാം, അല്ലെങ്കിൽ അരഞ്ഞത്. കുരുമുളക്, ഇത് നമ്മളെ വീട്ടിൽ അല്ല, മറ്റേ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളക്, ചെറിയ സ്പൂൺ, കുറച്ച് കുരുമുളക്, പിന്നെ ജീരകം. ഇത്രയും മതി. ഇല്ലായിരുന്നു. ഇഞ്ചി, ജീരകം, കുരുമുളക്, അരമുറി തക്കാളി, ഒരു പച്ചമുളക്, 2-3 കാന്താരി, 2-3 ഉണക്കമുളക്. ഇനി അമ്മമ്മ അരയ്ക്കും. പൊടിക്കുക, അരക്കല്ല പൊടിക്കുക. നല്ല അരഞ്ഞു വന്നു, പൊടിഞ്ഞു വന്നു. അപ്പോൾ വെളുത്തുള്ളി ആദ്യമേ ഇട്ടില്ല, അതുകൊണ്ട് ഇനി വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി അത്ര അങ്ങ് അരയണ്ട, വെളുത്തുള്ളി ഒന്ന് കറക്കിയാൽ മതി. ഓക്കെ, ഇത്ര അരിഞ്ഞാൽ മതി. നമുക്കതിനെ പാത്രത്തിലോട്ട് എടുക്കാം. ഈ പാത്രത്തിലോട്ട് അമ്മമ്മ ഇടുന്നത്. നല്ലപോലെ ഒന്നും അരയണ്ട, ചതഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പുളി അതവിടെ ഇരിക്കട്ടെ, പുളി ഒഴിക്കണം. സ്റ്റൗ എത്തിക്കാം. ഇതാണ് നമ്മുടെ ചട്ടി, ഇതാണ് നമ്മുടെ സ്റ്റൗ. അമ്മമ്മ അതെടുത്തു, ഇവിടെ കൊണ്ടുവച്ചു, എടുത്തു. കത്തി ഒന്നുകൂടെ. കത്തി സ്റ്റൗ കത്തി ചൂടാവും. ഇത് ചൂടാക്കി നേരത്തെ വെച്ചല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ആ പകുതി തക്കാളിയുടെ ബാക്കി അരമുറി തക്കാളി ഇതിൽ അരച്ചത് പകുതി അരിഞ്ഞിട്ടിട്ടുണ്ട്. കരിവേപ്പിലൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അരയ്ക്കാം. അമ്മമ്മ അരച്ചില്ല, അരച്ചതിന് കുഴപ്പമില്ല. ചൂടായി വന്നു. അമ്മമ്മ എണ്ണ ഒഴിക്കണം, കുറച്ചെണ്ണ. കടുക് വറുക്കണം. ഇതാണ് നമ്മുടെ ഇത് കാണിച്ചാൽ മതി. ഇച്ചിരി മാറുന്നു, പൊട്ടി കളഞ്ഞു. ആ കായപ്പൊടി ഇടും. കുറച്ച് രൂപ, 1 സ്പൂൺ കടുക്. ഇത് അരച്ച കൂട്ടി എണ്ണയിലേക്ക് ഒഴിക്കും. ഇനി ഇളക്കണം നല്ലപോലെ അല്ലേ? അത് ഇച്ചിരി മൂക്കണം. അപ്പോൾ ഇത് മൂക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂത്ത് വന്നിട്ടുണ്ട് അല്ലേ അമ്മമ്മ? അപ്പോൾ ഇനി മഞ്ഞപ്പൊടി അത് തന്നെ, കുറച്ച് മഞ്ഞപ്പൊടി 1 സ്പൂൺ അല്ലേ? പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി. അല്ല, ഇപ്പം വേണ്ടി ഇട്ടോ. ഇത് കായപ്പൊടി, അത് കുറച്ച്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രസമാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. എല്ലാത്തിനെയും നമ്മളിങ്ങനെ മൂപ്പിച്ച് അതിൻ്റെ വെള്ളമെല്ലാം പറ്റും. പക്ഷെ എനിക്ക്
രസം അധികം ഇഷ്ടമാണ്, എന്നാൽ അധികം ഇഷ്ടമല്ല. അതാണ് ഞാൻ. എന്നാലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ രസത്തിനെ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഇത് നമ്മുടെ വയറൊക്കെ നല്ല സുഖമാക്കി തരും. ഇതിൻ്റെ ഇതാണ്ട് നല്ല ചുമ. ഇപ്പൊ നല്ല എല്ലാം പറ്റി അതിനുശേഷം പുളി ഒഴിക്കുക. പുളിവെള്ളം ഇനി നല്ലപോലെ ഇളക്കുക. ശരിക്കും പുതിയ പുളിയിലാണ് രസം ഉണ്ടാക്കുന്നത്. അപ്പം നല്ല കളറായിരിക്കും. അപ്പോൾ ഇത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും പുളി പുളി ബാക്കി ഇത്രയും പുളി കഴിഞ്ഞു. പുളി വേണ്ടി കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. ഞങ്ങൾക്ക് ഇത്ര മതി അല്ലേ? ഇത് ആവശ്യത്തിന് ഉപ്പിട്ടതാണ്. ഉപ്പ് അരയ്ക്കുമ്പോഴേ ഇട്ടതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പുണ്ടോണ്ട്. അപ്പോൾ ഇത് ഒന്ന് തിളക്കട്ടെ അല്ലേ? തിളക്കണ്ടല്ലോ. അപ്പോൾ തിളക്കട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇത് ഞാൻ തിളച്ചിക്കണ വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇത് തിളച്ച് വന്നു. ഞാൻ ശകലം കായമിടാം. ഇനി അത് ഇളക്കും. പിന്നെ ഒരു വഴിൻ്റെ ഉപ്പ് അതോടെ നമ്മുടെ വെളിയിലോട്ട് ഒഴിക്കുന്നതാണ്. ഇതെല്ലാം ഇനി താഴോട്ടടിയും. ഇതെല്ലാം തിളച്ച് കഴിയുമ്പോഴേ അതുകൊണ്ട് വെളിപ്പോയാക്കുക. തിളച്ചോ? ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി അമ്മമ്മ അതിലോട്ടേ നേരത്തെ എല്ലാം അരപ്പ് വഴറ്റിയ കാര്യമേ അതെല്ലാം വെന്തതാണ്. പിന്നെ തിളച്ചാൽ മാത്രം മതി. നമുക്ക് ഓഫാക്കാം. ഇത് ഓഫാക്കാം. ഓഫാക്കി വേറെ പാത്രത്തിലോട്ട് മാറ്റാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അത് കാണും. നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്ന ആൾ വരെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്.